ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. 90% സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾ എടുത്തു നോക്കി, 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ഇലക്ഷൻ ഇന്ത്യയിലുണ്ടായത്. അവിടെ പോലും കോൺഗ്രസിന് 90% സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദീപാങ്കർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കി BJPയും NDAയും നേടുന്ന കൃത്രിമ വിജയങ്ങളുടെ ആവർത്തനം ബീഹാറിലും കണ്ടു. വോട്ട് ചോരി അടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളും വോട്ടർ പട്ടിക അട്ടിമറിയുടെ തെളിവുകളും പുറത്തു വന്നിട്ടും കൃത്യമായ വിശദീകരണം നൽകാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ടു പോയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ മോദി സർക്കാരിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത വിജയമാണ് ബീഹാറിൽ കണ്ടത്. 243 അംഗ സഭയിൽ 200-ലധികം സീറ്റുകളാണ് ബീഹാറിൽ NDA നേടിയത്. മഹാസഖ്യം 30-ലൊതുങ്ങി. നിതീഷ് കുമാറിന്റെ JDUവിനെ പിന്നിലാക്കി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. നിതീഷിനെയും JDUവിനെയും ക്രമേണ ഒതുക്കി ബീഹാറിൽ പിടിമുറുക്കാനുള്ള BJPയുടെ അജണ്ടയാണ് ബീഹാറിൽ കണ്ടത്. BJP അനുകൂല കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പെയ്ഡ് സർവേ ഫലങ്ങളെ പോലും കടത്തിവെട്ടുന്ന വിജയമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയത്. ബീഹാറിലേത് മോദി ജ്ഞാനേഷ് ഗിമ്മിക്കോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന അതിഥികൾ പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിൽ നിന്ന്, പി കൃഷ്ണദാസ് BJPയിൽ നിന്ന്, രാഷ്ട്രീയ നിരീക്ഷകൻ B റജി എന്നിവരാണ്. ആദ്യം രാഷ്ട്രീയ നിരീക്ഷകൻ B റജിയിലേക്കാണ്. ശ്രീ B റജി, BJP NDA നേടുന്ന കൃത്രിമ വിജയങ്ങളുടെ ആവർത്തനം ഇതാ ബീഹാറിലും നമ്മൾ ഇന്നലെ കണ്ടു. 243 അംഗ ആളുകൾ സീറ്റുകളിൽ ഉള്ളിടത്ത് 200-ലധികം സീറ്റുകളും പോയിരിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് നോക്കൂ. വലിയ തരത്തിൽ ഈ കണക്കുകളിലുള്ള വൈരുദ്ധ്യം അത് പ്രകടമാക്കുന്നുണ്ട്. കോൺഗ്രസ് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് KC വേണുഗോപാൽ അടക്കം പറഞ്ഞത് ബീഹാറിലെ ജനവിധി വളരെ അവിശ്വസനീയമാണ്, വോട്ടുകൊള്ള ബീഹാറിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അവിടെയാണ് മോദി ജ്ഞാനേഷ് ഗിമ്മിക്ക് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചിറകിലേറി വീണ്ടും NDAയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യം പോകുന്നത് എത്രത്തോളം അപകടകരമാണ്? അതെ മേഘ, അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ ആയതിനു ശേഷം 78 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനഹിതം മാനിക്കാത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അംഗീകാരം ലഭിക്കാത്ത, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ലെജിറ്റിമസി ഇല്ലാത്ത ഒരു സർക്കാർ ബീഹാറിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നതായ വലിയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു ലെജിറ്റിമസി ഇല്ലാത്ത സർക്കാർ, അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കണം എന്നുള്ളതാണ് പാർലമെൻ്ററി ഡെമോക്രസിയുടെ അടിസ്ഥാന ശിലകളിലൊന്ന്. അതായത് ജനങ്ങൾ സമ്പൂർണ്ണമായി ആ സർക്കാരിൻ്റെ ഭരണമാറ്റത്തെ അംഗീകരിക്കണം. ഇവിടെ അത് സംഭവിച്ചതായി കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ബീഹാറിൽ കഴിഞ്ഞ 20 വർഷമായി അവിടെ നിതീഷ് കുമാറും BJPയും ചേർന്ന ഭരണ സംവിധാനം ദീർഘനാളായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 20 വർഷത്തോളം. അവിടെ പ്രതിപക്ഷ കക്ഷികൾ RJDയുടെയും കോൺഗ്രസ് സഖ്യത്തിൻ്റെയും കീഴിൽ പ്രതിപക്ഷം വളരെ ശക്തമായ പ്രചരണ പരിപാടികളും ഒക്കെയായി രംഗത്തിറങ്ങുകയുണ്ടായി. ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ വളരെ നിന്ദ്യമായ രീതിയിൽ നഗ്നമായ നിയമലംഘനം എന്ന് പറയത്തക്ക രീതിയിലുള്ള പക്ഷപാതിത്വം അവിടെ കാട്ടുകയുണ്ടായി എന്നാണ് പരക്കെ ഉണ്ടായിട്ടുള്ള വിമർശനം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭരണഘടനാ പ്രകാരം നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഉത്തരവാദിത്വം, നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിലാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു നിഷ്പക്ഷനായ അമ്പയറായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവരുടെ വിശദീകരണം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് നാളിതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുതന്നെ അവരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടെന്നും അവർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവാണ്. ഇവിടെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കുക എന്നുള്ളത് ഒരു അമ്പയറിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ്.
ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനൊരു മുൻതൂക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭരണ മെഷീനറി അവർക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ദിവസം വരെ. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾക്കാകട്ടെ ഒരു നേട്ടം കൈവരിക്കാനും കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ അംഗീകാരം നേടാനായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, അവർക്ക് തുല്യമായ അവകാശ അധികാരങ്ങളുള്ള ഒരു ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇവിടെ അത് നടന്നിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി മഹിളാ യോജന പ്രകാരം 10,000 രൂപ വീതം ഏതാണ്ട് 1.5 കോടിയോളം വനിതകൾക്ക് ബീഹാറിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുക്കുകയുണ്ടായി. ഇതിനെ ഒരു തരത്തിലും തടയുവാനോ ഇത് ഒരു ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാണെന്ന് എന്ന് പ്രഖ്യാപിക്കുവാനോ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. അപ്പോൾ അതായത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം നോമിനേഷൻ കൊടുക്കുന്നതിന് ശേഷവുമാണ് ഈ തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിഷ്പക്ഷത ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2011 തമിഴ്നാട്ടിലെ സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ DMK സർക്കാർ തമിഴ്നാട്ടിലെ വനിതകൾക്ക് അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾക്ക് ഏതാണ്ട് 1.5 കോടിയോളം TV സെറ്റുകൾ നൽകുവാനായി ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. എന്നാൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അതിശക്തമായി എതിർക്കുകയും അത് തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാണെന്ന് പറയുകയും ആ നൽകപ്പെട്ട TV സെറ്റുകൾ ഏതാണ്ട് 1.5 കോടിയിലധികം TV സെറ്റുകൾ തിരിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കി. അത് DMKയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാവുകയും ആ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, BJP ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു കളം അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ള വ്യാപകമായ ആരോപണം ഉയരുന്ന പശ്ചാത്തലം ഒന്ന് അതാണ്. രണ്ടാമതായി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ ജീവിക ദീദിമാർ ഏതാണ്ട് 1,80,000 ജീവിക ദീദിമാരുടെ, അതായത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന സമാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തുക ഏറ്റുവാങ്ങുന്ന ജീവിക ദീദിമാരെ ഉപയോഗപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഇവരെ BJPക്ക് അനുകൂലമായി പ്രചരണം നടത്തുകയും അത് സംബന്ധിച്ച വീഡിയോകളൊക്കെ പുറത്തു വരികയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് 1,80,000 ഈ ജീവിക ദീദിമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJPക്ക് അനുകൂലമായി രാഷ്ട്രീയ പ്രവർത്തനം അവിടെ സംഘടിപ്പിച്ചു എന്നുള്ള അതിൻ്റെ തെളിവുൾപ്പെടെ പൊതുമാധ്യമത്തിൽ വന്നിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കുവാനോ ആ നടപടിയെ നിരുത്സാഹപ്പെടുത്തുവാനോ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ നോക്കൂ, ആരോഗ്യ മേഖലയും ശക്തമായി വലിയ നേട്ടം ബീഹാറിലുണ്ടായി എന്ന് പറയുന്നതൊക്കെ വ്യാജമായ വ്യർത്ഥമായിട്ടുള്ള അവകാശവാദങ്ങളല്ലേ? ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഏറ്റവും പുറകിലും 33% ആളുകൾ ഇന്നും ദാരിദ്ര്യത്തിലും അധിവസിക്കുന്ന ഒരു നാടാണ്. അവിടെ വലിയ ഡെവലപ്മെൻറ്റ് വരുത്തിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് എന്നൊക്കെ പറയുന്നതിലൊന്നും കാര്യമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായി അവിടുത്തെ പരാജയത്തെ നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ ഒന്ന് BJPയുടെ ടീമായി പ്രവർത്തിക്കുന്ന 2 കക്ഷികൾ പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുവാൻ വളരെ സീരിയസ് ആയി തന്ത്രപൂർവ്വം ബോധപൂർവം കുതന്ത്രം പ്രയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ജനാധിപത്യത്തിന് ഭീഷണി തന്നെയാണ്, ഒരു തർക്കവുമില്ല. കാരണം പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ, ഈ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ഏരിയകളിൽ അവരുടെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള AIM എന്ന കക്ഷി ഇറങ്ങുകയും മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സീമാഞ്ചൽ മേഖലയിൽ അവിടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുപോലെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടി, അതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ നടക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അവർ അയച്ച BJPയുടെ ബോധപൂർവമായ ഒരു ടീമായി പ്രവർത്തിക്കുകയും ഭരണവിരുദ്ധ വോട്ടുകളെ വിഘടിപ്പിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന് ഈസിയായി വിജയിച്ചു പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി 2 വർഷത്തിന് മുമ്പ് ജൻ സുരാജ് പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ കളമൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊന്നും ഇത്തരത്തിലുള്ള നടപടികൾക്കൊന്നും ഒരു നിയന്ത്രണം എടുത്തുവാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. ഇനി അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പോലും ഈ SIRൻ്റെ ഭാഗമായി RJDക്ക് ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും 8% വോട്ടുകളാണ് വെട്ടിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അതിനെ
സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ അവർ സന്നദ്ധമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പ്രതിപക്ഷ കക്ഷികൾക്ക്, അതായത് കോൺഗ്രസ് RJD മുന്നണിക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി അന്തിമമായ വോട്ടർ പട്ടികയിൽ നിന്നും അതിനുശേഷം ഏറ്റവും ഒടുവിൽ പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയും തമ്മിൽ ഏതാണ്ട് 3,66,000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ മറ്റേറ്റവും പ്രമുഖമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒരു കണക്കനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതാണ്ട് 7,42,42,00,000 വോട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖ അനുസരിച്ച്, ഏറ്റവും ഒടുവിലത്തെ രേഖ അനുസരിച്ച് SIR-ന് ശേഷം ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ എണ്ണം. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു കണക്ക് കാണിക്കുന്നത് 7,45,26,000 എന്നൊരു കണക്ക് കാണിക്കുന്നുണ്ട്. അതിൽ 3 ലക്ഷത്തിൻ്റെ ഇൻക്രീസ് വന്നിരിക്കുന്നു. അത് സംബന്ധിച്ചൊരു വിശദീകരണവും ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നഗ്നമായി BJP JDU സഖ്യത്തിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ ആണ് അവിടെ നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥവ്യാപ്തി ലംഘിക്കപ്പെടുന്നുവെന്നും ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത്തരത്തിലുള്ള നടപടികൾ കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കണം. വ്യക്തമാണ്. ഞാൻ അങ്ങിലേക്ക് വരാം അടുത്ത ഘട്ടത്തിൽ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, വോട്ടുകൊള്ള എന്ന ആരോപണം ശക്തമായി തന്നെ ഉന്നയിക്കപ്പെടുകയാണ് ബീഹാറിൽ എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ വോട്ടുകൊള്ള അത് ബീഹാറിൽ ശക്തമായി ഈ ഘട്ടത്തിലും ബീഹാർ ജനവിധിക്ക് പിന്നാലെ വന്ന തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് അത് തന്നെ ശക്തമായി ഉയർത്തുകയാണ്. നോക്കൂ, എന്നാണ് ഈ സെപ്റ്റംബർ 30-നാണ് SIR-ലൂടെ വെട്ടിമാറ്റി ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം, 47 ലക്ഷത്തോളം ആളുകളെ വെട്ടിമാറ്റുന്ന സാഹചര്യം. ഈ കൃത്രിമം വന്ന ഒരു വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് പരിശോധിക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഓരോ മണ്ഡലത്തിലും 15,000 മുതൽ 20,000 വരെയുള്ള ആളുകളെ അങ്ങനെ അപ്പാടെ ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം. പരാതി ഉയർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വോട്ട് ചേർക്കപ്പെട്ടത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തട്ടകമായ മഗധ മേഖലയിലാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടൊഴിവായത് ന്യൂനപക്ഷ മേഖലയായ സീമാഞ്ചിൽ. അങ്ങനെ നോക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുകയാണ്. അതിന്റെ പ്രതിഫലനം എന്നോണമാണ് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം എന്നോണമാണ് ബീഹാറിലെ ഇത്തരത്തിൽ NDAയുടെ ഇങ്ങനെ വലിയൊരു വിജയത്തിലേക്ക്, വലിയൊരു നമ്പറിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതാണ്ട് 68 ലക്ഷം വോട്ടർമാരെ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ കൂട്ടത്തോടെ വെട്ടിമാറ്റി 3 ലക്ഷത്തോളം സംഘപരിവാർ പ്രവർത്തകരെ കൂട്ടുചേർത്ത അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ, കണക്കുകളിലൂടെ നോക്കുമ്പോൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് വോട്ടുകൊള്ള ആരോപണം ബീഹാറിലുമുണ്ട് എന്ന് പറയാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് നിരത്തുന്നത്? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഒരു വഴിത്തിരിവാണ് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വോട്ടുകൊള്ള എന്ന് പറയുന്നത് അവർ ക്രമക്കേടുകൾ വഴിയായിരുന്നു. ഒന്നെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടിനിരത്തി, സംഘടിതമായി വെട്ടിനിരത്തി, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ വോട്ടർമാരെ സംഘടിതമായി കുത്തിനിറച്ചു. പക്ഷേ ഇപ്പോൾ SIR എന്ന് ഓമനപ്പേരിട്ടിരിക്കുന്ന പുതിയ സംവിധാനത്തിലൂടെ ഈ വോട്ടുകൊള്ളയ്ക്ക് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ഇവിടെ നൽകപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടെ മേഘ പറഞ്ഞതുപോലെ സെപ്റ്റംബർ മാസം 30-ാം തീയതി, കൃത്യം 3 മാസമാണ്, ജൂലൈയിലാണ് SIR-ന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജൂൺ മാസം 24-ാം തീയതിയാണ് SIR നടപ്പാക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ജൂൺ 24. ജൂലൈ മാസം ആരംഭിച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ നവംബർ, ഡിസംബറിൽ ഇലക്ഷനിലേക്ക് പോവുകയുണ്ടായി. എന്തുകൊണ്ടാണ് തിടുക്കം പിടിച്ച് ഈ ബീഹാറിൽ SIR നടപ്പാക്കിയത്? കാരണം ബീഹാറിൽ ജയിക്കുക എന്നത് BJPക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് പോലും ബീഹാർ നിയമസഭാ ഫലത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന വലിയ മാധ്യമ നിരീക്ഷണമാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല. അവര് ആശ്രയിച്ച് നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ പാർട്ടിയെയും അതുപോലെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശ പാർട്ടിയാണ്. അപ്പൊ എന്ത് വില കൊടുത്തും ബീഹാർ ജയിക്കണം. അപ്പൊ അതിനുവേണ്ടി കൊണ്ടുവന്ന സംവിധാനമാണ് ഈ SIR എന്ന് പറയുന്നത്. നമ്മൾ 2020 കണക്ക് പരിശോധിച്ചാൽ അന്ന് 62 നിയമസഭാ മണ്ഡലങ്ങളിൽ വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് 5000-ൽ താഴെയാണ്. 19 നിയമസഭാ മണ്ഡലങ്ങളിൽ 2020 കണക്കാണ്. 2020 കണക്ക് പ്രകാരം 19 മണ്ഡലങ്ങളിൽ
വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് 500 താഴെ വോട്ടുകൾക്ക്. നമുക്കറിയാം 2020 ഇഞ്ചോടിഞ്ച് മത്സരമാണ് രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടായത്. രണ്ടുപേർക്കും കിട്ടിയത് 38% വോട്ടാണ്. വെറും 0.02% വ്യത്യാസം മാത്രമായിരുന്നു അന്ന് മഹാസഖ്യവും അതുപോലെ തന്നെ NDAയും തമ്മിലുണ്ടായത്. അപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. കാരണം നമുക്കറിയാം 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 മണ്ഡലങ്ങളിൽ നമ്മുടെ ഇന്ത്യ സഖ്യം വിജയിക്കുന്നത് കണ്ടു. അപ്പോൾ BJP കൃത്യമായി മനസ്സിലായി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യ മുന്നണി ശക്തമായി തന്നെ ബീഹാറിൽ തിരിച്ചു വരും, അധികാരത്തിൽ വരും. അപ്പോൾ ഇന്ത്യ മുന്നണി ഒരു കാരണവശാലും വരരുത്. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്രമാത്രം ഈ വോട്ടർമാരെ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഇവിടെ മേഘ ചൂണ്ടിക്കാണിച്ച് വളരെ കറക്റ്റാണ്. മഗധ റീജിയനിൽ 2020 35% വോട്ടായിരുന്നു NDA മുന്നണിക്കുണ്ടായത്. ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് RJD മുന്നണിക്കുണ്ടായിരുന്നത് 39%. ഈ 4% വോട്ട് വ്യത്യാസത്തിലാണ് മഗധ മേഖലയിൽ ഉണ്ടായിരുന്ന 47 നിയമസഭാ മണ്ഡലങ്ങളിൽ 30 നിയമസഭാ മണ്ഡലങ്ങളും അന്ന് ഇന്ത്യ മുന്നണി വിജയിക്കുകയുണ്ടായി. JDUവിന്റെ പ്രത്യേകിച്ച് നിതീഷ് കുമാറിന്റെ തട്ടകമായ മഗധയിൽ പാറ്റ്ന ഉൾപ്പെടുന്ന ആ മേഖലയിൽ 30 സീറ്റ് നേടിയത് ഇന്ത്യ മുന്നണിയാണ് 4% വോട്ട് വ്യത്യാസത്തിൽ. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്ക് അവിടെ ഉണ്ടായ 4% വോട്ട് മേൽക്കൈ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ ഒരു മേഖല ഞാൻ ഉദാഹരണമായി ഇവിടെ ചൂണ്ടിക്കാട്ടിയതാണ്. അതുപോലെ സീമാഞ്ചൽ മേഖല ഇവിടെ പറയുകയുണ്ടായി. ഏകദേശം 62 ലക്ഷം വോട്ടർമാരെ അവിടെ നിന്നും ഒഴിവാക്കിയതിൽ അല്ലെ FIR വഴി ഒഴിവാക്കിയതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് സീമാഞ്ചൽ മേഖലയിലാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ വലിയ തട്ടകമാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ച 4 MPമാരും വന്നിരിക്കുന്നത് സീമാഞ്ചൽ മേഖലയിലാണ്. അത്രയും ശക്തമായി കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് സീമാഞ്ചൽ. അപ്പോൾ അവിടെ ഈ FIR വഴി നമ്മൾ ആ കണക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. 62 ലക്ഷം ആളുകളാണ്. അത് 2002 വോട്ടർ പട്ടികയിൽ നിന്നുമല്ല. ഈ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് ചെയ്ത 62 ലക്ഷം ആളുകൾ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഗ്രാമം മുഴുവനായും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ദളിതര്, അതിദളിതരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള, കാരണം അത്രമാത്രം പിന്നെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യവുമില്ല. നമുക്ക് തന്നെ അറിയാം, ഈ FIR നടപ്പാക്കിയപ്പോൾ അവിടെ സുപ്രീം കോടതിയിൽ ചോദ്യം വന്നപ്പോൾ സുപ്രീം കോടതി ഒന്നാമത് ചോദിച്ചത് ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട FIR കൊണ്ടുവരുവാനുള്ള കാരണം എന്താണ്? നമ്മൾ കണ്ടു ആദ്യം ഒരു 10 ഡോക്യുമെന്റ്സ് വന്നപ്പോൾ അതിന്റെ അകത്ത് റേഷൻ കാർഡ് ഇല്ല. ഈ നാട്ടിലെ, ഈ രാജ്യത്തെ, പ്രത്യേകിച്ചും ബീഹാറിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ അവന്റെ ഐഡന്റിഫിക്കേഷന്റെ അവനുള്ള കാർഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന റേഷൻ കാർഡാണ്. അപ്പോൾ റേഷൻ കാർഡിനെ അംഗീകരിച്ചില്ല, ആധാർ കാർഡിനെ അംഗീകരിച്ചില്ല. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടേണ്ടി വന്നു. ഈ ആധാർ ഉൾപ്പെടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ളവ ഈ വോട്ടവകാശത്തിന്റെ ബേസ് ആയിട്ട്, പ്രൂഫായിട്ട്, അതിന് അടിസ്ഥാനമായ രേഖയായി അംഗീകരിക്കുകയുണ്ടായിട്ട്. ഇത് വളരെ, അതുകൊണ്ടാണല്ലോ ഇന്നലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. ബീഹാറിലെ ജനങ്ങൾ ഈ FIR അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം എന്താ, എങ്ങനെയാണ് അവര് ജയിച്ചത്? കാരണം FIR മൂലമാണ് അവർ ജയിച്ചത് എന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുക. അമിത്ഷായുടെ അവകാശവാദം ഉണ്ടായിരുന്നു, 160 സീറ്റിന് മുകളിൽ ഞങ്ങൾ നേടും. ഇവരുടെ ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ? ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 15,000 മുതൽ 25,000 ആളുകളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. നമ്മളിതിനകത്ത് മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പില് മഹാസഖ്യത്തിന്, ഒറ്റ കാരണം പറയുന്നത്, മഹാസഖ്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും വോട്ട് ശതമാനം നമുക്ക് കുറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് ഇന്നും ഏറ്റവും അധികം വോട്ട് ഷെയർ ഉള്ളത് എന്ന് പറയുന്നത് RJDക്കാണ്. കോൺഗ്രസിന് 9% വോട്ടുണ്ട്. മൊത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് 35%, ഇന്ത്യ മുന്നണിക്ക് 35% വോട്ടുണ്ട്. കഴിഞ്ഞ തവണ 38 അതേ പ്രാവശ്യം 35%. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ, അതായത് നമ്മുടെ വോട്ടുകളാണ്, ഇന്ത്യ മുന്നണിയുടെ വോട്ടുകളാണ് കൃത്യമായി വിട്ടത്. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയാം, ഇത് വളരെ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം പോവുക. മഹാരാഷ്ട്രയിൽ ഇതുപോലെയായിരുന്നു. അവിടെയും ഇത്ര 80% മുകളിൽ സീറ്റുകൾ നേടി NDA മുന്നണി ജയിച്ചു. വാസ്തവമാണ്. അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 32 സീറ്റുകൾ ജയിച്ചു വന്നത് ഇന്ത്യ മുന്നണിയാണ്. അവിടെയാണ് 6 മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80% സീറ്റുകളും BJP നേടുന്നത്. ഇത് എന്നൊരു ഇന്ത്യൻ ജനാധിപത്യം, ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ശക്തമായി നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ്
കമ്മീഷൻ ഏകപക്ഷീയമായി മാറിയിരിക്കുന്നു. ഇന്ന് BJPയുടെ ഏജന്റായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു നീതിയും നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് കിട്ടാൻ കഴിയില്ല. ജനങ്ങളുടെ ജാഗ്രത, പക്ഷെ ഇപ്പോൾ ജാഗ്രതയോടെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോപാസിബിലിറ്റി നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യം പോവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം പോവുകയാണ്. ജനാധിപത്യം വലിയ അപകടകരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പ്രൊഫസർ റോണി കെ ബേബിയുടെ വ്യക്തമാക്കുന്നത്. BJP നേതാവ് P. കൃഷ്ണദാസിലേക്ക് പോവുകയാണ്. ശ്രീ P. കൃഷ്ണദാസ്, അതായത് ഒരു തോൽവിയോ ജയമോ അല്ല എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടുത്ത രീതിയിൽ പോവുകയാണ്. വലിയ അപകടകരമായ രീതിയിൽ ജനാധിപത്യം ഇന്ന് നിൽക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കാൻ BJPയും NDAയും ശ്രമിക്കുന്നതിന്റെ അങ്ങനെ ആവർത്തനം, ആ കൃത്രിമ വിജയങ്ങൾ, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. കൃത്രിമ വിജയങ്ങളുടെ ആവർത്തനം അതിങ്ങനെ ഉണ്ടാവുകയാണ്. ഓരോ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതാ ഇപ്പോൾ ഇന്നലെ ബീഹാറിലും കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിയോ ജയമോ പരാജയമോ അതല്ലല്ലോ വിഷയം. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തി, അതിനെപ്പറ്റി ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ്, BJPക്ക് മൗനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുന്നുമില്ല. അവിടെയാണ് ബീഹാറിൽ വോട്ട് കൊള്ള നടന്നു എന്ന് ശക്തമായി പ്രതിപക്ഷം, പ്രധാനമായും കോൺഗ്രസ് അത് വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അല്ല, അതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല. ബഹുമാനപ്പെട്ട മേഘ കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയല്ലേ. നിങ്ങളൊരു സാമാന്യമായ ഒരു വിശകലനം ജനാധിപത്യപരമായി നടത്തേണ്ട ഒരു സംവിധാനത്തെ കുറിച്ച്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്നത് വോട്ടർമാർ നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അപേക്ഷ കൊടുത്ത് വോട്ട് ചേർക്കുന്ന ആളുകൾ കള്ള വോട്ടാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഫോം നമ്പർ പ്രകാരം ഏതൊരു വോട്ടർക്കും ആ ബൂത്തിലെ അല്ലെങ്കിൽ ആ വാർഡിലെ ആളുകൾക്ക് സാധിക്കും. അങ്ങനെ ആരെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ആ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഈ തരത്തിൽ വോട്ട് ചേർക്കലും വോട്ട് ഒഴിവാക്കലും ആക്ഷേപങ്ങൾ ഉന്നയിക്കലും ഇപ്പൊ ഇന്നുകൂടി ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവസരമുണ്ട്. അവസാനത്തെ വോട്ടർ പട്ടിക ഇന്ന് പുറത്തിറങ്ങിയാൽ അപ്പൊ വോട്ട് ചേർക്കുക എന്നുള്ള പ്രക്രിയയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാത്തതല്ല അതിന്റെ നടപടിക്രമങ്ങൾ. വോട്ട് ചേർക്കുന്നതും വോട്ട് ഒഴിവാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനപ്രാതിനിധ്യ നിയമത്തിലെ കൃത്യമായ വ്യവസ്ഥകളും ചട്ടങ്ങളുമുണ്ട്. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അവർ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ വല്ലാത്ത തരത്തിൽ ജനങ്ങളുടെ മുൻപിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കണക്കുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് പറയിപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് സംഭവിക്കാനില്ല. അദ്ദേഹത്തെ ജനാധിപത്യ പ്രക്രിയയുടെ മുൻപിൽ അദ്ദേഹം ഒരു, ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ച് അവർ ആലോചിക്കുക, ഇത്തരത്തിൽ ഉള്ള മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറയാമോ എന്നുള്ളതാണ്. അല്ല, പുറത്തുവിട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റിൽ നോക്കൂ, ഈ ടോട്ടൽ വോട്ടർമാർ എന്നുള്ളത് 7.42. അങ്ങേക്ക് എന്നെ കേൾക്കാമോ? അല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കും. ഞാൻ പറയാം, കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറയാം. ഞാൻ അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ട് പോകും. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് SIR നടപ്പാക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വോട്ടർ പട്ടികയിൽ വ്യാപകമായി വ്യത്യസ്തമായിട്ടുള്ള രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ ചേർക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുന്നു. മറ്റ് രാജ്യത്ത് നിന്ന്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾ, അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ, ഇന്ത്യയുടെ പൗരന്മാരല്ലാത്ത ആളുകൾ, അവർ വോട്ടർ പട്ടികയിൽ പല സംസ്ഥാനങ്ങളിലും സ്ഥാനം പിടിക്കുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു. അങ്ങനെ അതിന് കഴിയുമോ? സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകൾക്ക്, പൗരന്മാരല്ലാത്ത ആളുകൾക്ക് അതാത് സ്ഥലങ്ങളിൽ വോട്ട് ചേർക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നു. അതൊരു പുനഃപരിശോധന ഉണ്ടാകുന്നു. എന്താ തെറ്റുള്ളത്? യഥാർത്ഥത്തിൽ വോട്ട് ചേർക്കാൻ കഴിയുന്ന, വോട്ട് ചേർക്കപ്പെടേണ്ട പൗരന്മാർക്കെല്ലാം വോട്ടർ പട്ടികയുടെ ഭാഗമായി മാറാം. അതവിടെ നിൽക്കട്ടെ. അതിലേക്കുള്ള മണ്ടത്തരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. വലിയ മണ്ടത്തരം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് നടന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെർസെന്റേജ് ഓഫ് വോട്ട്, ഞങ്ങൾക്ക് പെർസെന്റേജ് ഓഫ് വോട്ട് കിട്ടി. ഉദാഹരണത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങൾക്ക് 20% വോട്ട് കിട്ടി, അല്ലെങ്കിൽ 23% വോട്ട് കിട്ടി. ആകെ സീറ്റിന്റെ അത്ര ശതമാനം സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ BJPക്ക്
കേരളത്തിൽ എത്ര സീറ്റ് കിട്ടണം മേഘ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് 16%, 20%. സ്വാഭാവികമായും ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ? ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ 20 സീറ്റിൽ കൂടുതൽ കിട്ടണ്ടേ? ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ കേരളത്തിൽ 1% പോലും വോട്ട് കിട്ടാത്ത പാർട്ടികൾക്ക്, 0.5% വോട്ട് കിട്ടിയ പാർട്ടികൾക്ക് MLA മാരുണ്ട്. ഇനി കേരളത്തിൽ 6% വോട്ട് മാത്രമുള്ള ഒരു പാർട്ടിക്ക് 17 MLA മാരുണ്ട്. ഞങ്ങൾക്ക് അതേസമയം 12%-ലധികം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20%-ലേറെ വോട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട മിനിമം സീറ്റിന്റെ എണ്ണം എത്രയാണ്? 4 അല്ലേ? കിട്ടിയോ? കിട്ടിയില്ലല്ലോ. അപ്പൊ വോട്ടിംഗ് പെർസെന്റേജ് അനുസരിച്ച് നിങ്ങൾ ടോട്ടൽ ഉള്ള നിയമസഭാ സാമാജികത്വത്തെ അതിനെ മുഴുവൻ ഹരിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടേണ്ടതല്ലേ, കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടെണ്ണൽ നടക്കുന്നത്. വോട്ടെണ്ണൽ നടക്കുന്നത് അതാത് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കലാണ്. അപ്പൊ ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും അധിക കാലത്തേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകരുത്. അതനുസരിച്ചല്ല, വോട്ടിംഗ് പെർസെന്റേജ് അനുസരിച്ചല്ല സീറ്റ് കിട്ടുന്നത്. ഇനി മറ്റൊരു വസ്തുത വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കാരണം എന്താ? BJP ജയിച്ചു. എത്ര ബാലിശ്യമായ ഒരു പ്രചരണമാണ് നടത്തുന്നതെന്ന് ആലോചിക്കൂ. ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു. ഉദാഹരണത്തിന് ഒരു അസംബ്ലി മണ്ഡലത്തിൽ 2 ലക്ഷം വോട്ടർമാർ, 1.5 ലക്ഷം ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നു. അതിലൊരു 45,000-ഓ 50,000-ഓ വോട്ട് കിട്ടുന്ന ഒരാൾ ജയിക്കുന്നു. 4-5 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്ന അയാൾ ജയിക്കുന്നു. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കാലഘട്ടമുണ്ട്. ശ്രീ K. കരുണാകരൻ അടക്കമുള്ള ആളുകൾക്ക് കേരളത്തിലെ പല സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കോൺഗ്രസ് ആയതുകൊണ്ട് പറഞ്ഞത് മാത്രമേ. ഇവിടെ അതായത് ഈ ടോട്ടൽ വോട്ടർമാർ എന്ന് പറയുന്നത് എത്രയാണ്? 7.42 കോടി. പോൾ ചെയ്തത് 66.91%. എണ്ണിയപ്പോൾ കിട്ടിയത് 7.45 കോടി വോട്ട്. അതായത് 66.91% പോൾ ചെയ്ത ഇലക്ഷനിൽ ടോട്ടൽ വോട്ടിനേക്കാളും ഈ 3 ലക്ഷം വോട്ട് കൂടുതൽ വോട്ട് എണ്ണിയെന്ന് ബീഹാറിൽ നടന്നത് വമ്പൻ അട്ടിമറിയെന്ന് അതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആകെ 7.42. ഈ കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. അതാണ് വിഷയം. ഞാനൊരു ചെറിയ ഉദാഹരണം വേറെ പറയാം. കേരളത്തിൽ ആകെ ജനസംഖ്യ 3.68 കോടി. കേരളത്തിൽ ആകെയുള്ള ആധാർ കാർഡുകളുടെ എണ്ണം 4.20 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 48 ലക്ഷത്തിലധികം ആളുകളുടെ ആധാർ കാർഡുകൾ ഉണ്ട് എന്നാണ്. എങ്ങനെ വരുന്നു? ഞാൻ തിരിച്ചു മേഘയോട് ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിൽ ആകെയുള്ള ജനസംഖ്യയേക്കാൾ 48 ലക്ഷം ആധാർ കാർഡുകൾ കേരളത്തിൽ കൂടുതലാണ് ഇലക്ഷൻ ഉഡായുടെ കണക്ക് പ്രകാരം. അതെങ്ങനെ സംഭവിക്കുന്നു? എനിക്കറിയില്ല ഇതിനെ സംബന്ധിച്ച്, ഇതിന്റെ വസ്തുതയെ സംബന്ധിച്ച്. വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി തിരിച്ചൊരു കാര്യം ഞാൻ പറയാം. എനിക്കിതിൽ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഇതിൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഇലക്ഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് ഇത്. ഈ പറഞ്ഞ കണക്ക് അങ്ങനെയാണ്. ടോട്ടൽ വോട്ടർമാർ 7.42. അതായത് പോൾ ചെയ്തത് 66.91, എണ്ണിയപ്പോൾ കിട്ടുന്നത് 7.45. അതായത് ടോട്ടൽ വോട്ടർമാരെക്കാൾ കൂടുതലാണ് 7.45 എന്നുള്ളത്. അങ്ങയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതായത് 66.91 പോൾ ചെയ്ത ഇലക്ഷനിൽ ടോട്ടൽ വോട്ടിനേക്കാളും കൂടുതലാണ്. ഈ 3 ലക്ഷം വോട്ട് കൂടുതൽ എണ്ണി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആ കണക്കുകൾ ശരിയാകുന്നതെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഉണ്ടാക്കിയെടുത്ത കണക്കോ കോൺഗ്രസ് ഉന്നയിക്കുന്ന കണക്കോ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കണക്കോ അല്ല. ഇലക്ഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ആണിത്. ഉണ്ടെങ്കിൽ അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തു. അല്ല, വേണ്ട ബഹുമാനപ്പെട്ട മേഘ, അങ്ങനെയുള്ള ഏത് തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ഓരോ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അല്ല, അതങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? നോക്കൂ, ഈ സെപ്റ്റംബർ 30 SIR നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ബീഹാറിലത് SIR നടപ്പിലാക്കുന്നത് വളരെ വേഗത്തിൽ? അവിടെ സംശയം ഉയർത്തുന്നുണ്ട്. ഈ SIRലൂടെ 47 ലക്ഷം വോട്ടർമാരെയാണ് വെട്ടിമാറ്റിയത്. അതായത് സിംഹഭാഗവും ന്യൂനപക്ഷങ്ങളും ദളിതരുമാണ് അതിൽ കൂടുതൽ ഉള്ളത്. ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് 15,000 മുതൽ 20,000 വരെ വോട്ടർമാരെ അത് ആ പട്ടികയിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം.
ഈ പരാതി ഉയർന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് ഈ നിതീഷ് കുമാറിന്റെ, മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ ഇടമായ തട്ടകമായ മഗധയിലാണ്, സീമാഞ്ചലിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് ഒഴിവായ ന്യൂനപക്ഷ മേഖലയായ സീമാഞ്ചലിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഈ വോട്ട് കൊള്ളയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടല്ലേ ഒരു ഒന്നിന്റെ പേരിലാണെങ്കിലും ഒരു പരാതിയുടെ പേരിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ലേ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വോട്ട് കൊള്ളയെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ അവരെ ഓരോ വേദിയിലേക്കും 1, 2, 3 വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വാർത്താ സമ്മേളന വേദിയിലേക്ക് കൃത്യമായ ആളുകളെ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ സമൂഹ മധ്യത്തിന് മുൻപേ ഇട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട മേഘ, അങ്ങ് ഇപ്പോൾ എന്നോട് 2-3 മിനിറ്റ് എടുത്ത് ചോദിച്ച ചോദ്യമില്ലേ, അതിനു മുൻപ് ഞാൻ ആൻസർ പറഞ്ഞ് പൂർത്തിയാക്കാൻ അങ്ങ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം അങ്ങേക്ക് ചോദിക്കേണ്ടി വന്നത്. ഇത് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്ന പോലെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാനല്ല, ഞാൻ പറഞ്ഞത് അവിടെ മത്സരിച്ച 243 മണ്ഡലങ്ങളിലെ ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികളും നാളെ തന്നെ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണം. അവിടുത്തെ എല്ലാ ഇലക്ഷൻ പെറ്റീഷനിലും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഇലക്ഷൻ ചലഞ്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അങ്ങനെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ കൃത്യമായ തെളിവുകളൊക്കെ പുറത്തു കൊണ്ടുവരും, നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. അങ്ങേക്ക് തുടരാം. കോൺഗ്രസ് വ്യക്തമാക്കുന്ന കാര്യത്തെ കുറിച്ച് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ എനിക്ക് പറയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഒരു ചർച്ചയുടെ അവതാരക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് കാര്യം അത് ഞാൻ പുറത്തേക്ക് കൊണ്ടു, അല്ലെങ്കിൽ അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങക്ക് എന്റെ എന്തെങ്കിലും വാക്കുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു മിനിറ്റ് സമയം തന്നാൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞോളൂ, എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല കാര്യം. അങ്ങ് പറയൂ. അല്ല, കോൺഗ്രസ് വ്യക്തമാക്കുന്ന കാര്യമല്ല എന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വന്നത്. അല്ല, ഞാൻ വേണുഗോപാലിനെ ചൂണ്ടിക്കാണിച്ചതിന് അങ്ങനെ ചൊടിക്കുന്നത്? ഞാൻ കൃത്യമായ കാര്യമല്ലേ പറഞ്ഞത്? അയ്യോ, എനിക്കൊരു പ്രശ്നമില്ല ശ്രീ പി കൃഷ്ണദാസ്. ബഹുമാനപ്പെട്ട മേഘ, 243 മണ്ഡലങ്ങളിലും മത്സരിച്ച ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ എന്റെ അഭിപ്രായത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ വോട്ടുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്ത് ചലഞ്ച് ചെയ്ത് ഏതൊക്കെ വോട്ടുകളാണ് ചെയ്തത്, എവിടെയൊക്കെയാണ് ചെയ്യാത്തത് കോടതിയിൽ തെളിയിക്കണം. ഞാൻ അങ്ങേക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശ്രീ K. സുധാകരൻ, പഴയ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം ഒരു കേസ് നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ശ്രീ O. ഭരതനെതിരെ. അതാണ് കേരളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കള്ളവോട്ട് ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെട്ടൊരു കേസ്, പ്രധാനപ്പെട്ട കേസ്. ആരാ കള്ളവോട്ട് ചെയ്തത്, എവിടെയാ തെളിയിക്കപ്പെട്ടത്? CPM-കാർ കള്ളവോട്ട് ചെയ്തു എന്നാണ്. ശ്രീ K. സുധാകരനാണ് കേസ് നടത്തിയത്. പക്ഷേ അവിടെയും കേസ് തെളിയിക്കപ്പെട്ടോ? കള്ളവോട്ടുകൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. അത് ജനാധിപത്യത്തിന്റെ മര്യാദയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ 3 ലക്ഷമല്ല, 3 വോട്ടുണ്ടെങ്കിൽ പോലും അത് തെളിയിക്കപ്പെടണം. അങ്ങനെ കേസ് നടത്തിയ കേസ് നടത്തിയ അഭിഭാഷകനാണ് ഞാൻ. ശ്രീ K. സുരേന്ദ്രൻ 89 വോട്ടിന് മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. 220-ലധികം വോട്ടുകൾ, 223 വോട്ടുകൾ മഞ്ചേശ്വരത്ത് കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ കൊണ്ടുവന്നു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കേസിൽ എതിർകക്ഷി അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് കേസുകൾ ഞങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. സ്വാഭാവികമായും കള്ളവോട്ട് നടന്നു എന്ന് ബുദ്ധിമുള്ള സ്ഥാനാർത്ഥികൾ കോടതിയിൽ പോയി കേസ് നടത്തി അത് തെളിയിക്കാണ് വേണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ 50 ലക്ഷം വോട്ട്, 60 ലക്ഷം വോട്ട്, 30 ലക്ഷം വോട്ട്, 3 ലക്ഷം, 1 ലക്ഷത്തിന് പ്രസക്തിയില്ല. കേസ് നടത്തി കേസ് കൊടുത്ത് തെളിയിക്കണം എന്നുള്ളതാണ് അങ്ങയുടെ ഭാഷ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേൾക്കാമോ എന്നെ? പ്രൊഫസർ റോണി കെ ബേബി ലൈനിലുണ്ടോ? റോണി കെ ബേബിയിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയത്. രാഷ്ട്രീയ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാക്കിയത് കൊണ്ടാണ് ഞാൻ നേരെ രാഷ്ട്രീയ ഉത്തരത്തിന് വേണ്ടി തന്നെ പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചതും. അല്പസമയത്തിനകം അദ്ദേഹത്തിലേക്ക് മടങ്ങിയതാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. PCR വേഗം അദ്ദേഹത്തെ കണക്ട് ചെയ്യുകയും ചെയ്യാം. ബി റജി, ഇവിടെ നോക്കൂ,
വലിയ തരത്തിലുള്ള ഈ കണക്കുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള ഈ കണക്കുകൾ തമ്മിലുള്ള അന്തരം 7.42 കോടിയാണ് ടോട്ടൽ വോട്ടർമാർ. ഈ പോൾ ചെയ്തത് 66.91, എണ്ണിയപ്പോൾ കിട്ടിയത് 7.45. അത് കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം വോട്ട് കൂടുതൽ വോട്ട് എണ്ണിയെന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ സംശയം നമ്മൾ കാണിക്കുന്നുണ്ട്, അത് സ്ക്രീനിൽ പ്രേക്ഷകർക്കും കാണാം. വലിയ വൈരുദ്ധ്യം, ഈ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പറയുന്നതൊക്കെ അല്ലെങ്കിൽ BJP നേതാവ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക? മേഘ, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിലല്ല അർപ്പിതമായിട്ടുള്ളത്. അത് സംബന്ധിച്ച് നിഷ്പക്ഷമായും നീതിപൂർവമായും സ്വതന്ത്രമായും തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ബാധ്യസ്ഥപ്പെട്ട സ്ഥാപനത്തിൻ്റെ മേധാവികളാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകേണ്ടത്. ഇവിടെ മേഘ പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ, അതായത് SIR കഴിഞ്ഞതിന് ശേഷം അവരുടെ വെബ്സൈറ്റിലുള്ള ഒരു വിവരമാണ് ടോട്ടൽ വോട്ടേഴ്സ് 7,42,00,000 എന്നുള്ളത്. അതിനുശേഷം ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പുറത്തു വരുന്നത്. അതായത് പോൾ ചെയ്ത 66.91% വോട്ട് പോൾ ചെയ്തപ്പോൾ തന്നെ 7,45,00,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എന്താണ്, അതുകൊണ്ട് എന്ത് ഗുണമാണ്? നമ്മുടെ ജനാധിപത്യം ഏത് ദിശയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് സംബന്ധിച്ച് ഈ 1998 മുതൽ 2002 വരെ വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? പ്രതിപക്ഷങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിവെക്കണമെന്ന്. ഈ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പരിപാടി നിർത്തിവെക്കണമെന്ന് വളരെ സങ്കടത്തോടെ അദ്ദേഹം പറയുകയാണ്. ഇവിടെ ഈ കണക്കുകൾ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൃത്രിമങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ടത്. പക്ഷേ അങ്ങേയറ്റത്തെ ധിക്കാരത്തോടെ, നഗ്നമായ നിയമലംഘനത്തോടെ അല്ലെ പക്ഷപാതിത്വത്തോടെ BJPയോട് ഒരു യജമാനത്വ സ്വഭാവത്തോടു കൂടി BJP നടത്തുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലോ അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന നടപടികൾക്ക് അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമല്ലേ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ കാട്ടുന്നത്? ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വലിയ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന പക്ഷപാതപരമായിട്ടുള്ള ഒരു സമീപനം ഒന്ന് നോക്കൂ. അവിടെ BLAമാരെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഓരോ ബൂത്തിലും വോട്ടറായിട്ടുള്ളവരെ മാത്രമാണ് BLAമാരായിട്ട് ചുമതലപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഇലക്ഷൻ നിയമത്തിൻ്റെയും അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ പാലിച്ചു വരുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഈ വെസ്റ്റ് ബംഗാളിൽ ചില ബൂത്തുകളിൽ BJPക്ക് അവരുടെ BLAമാരെ നിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു തുടർന്നു വരുന്ന നടപടികളിൽ ഒരു വ്യത്യാസം വരുത്തി. ആ മണ്ഡലത്തിൽ എവിടെയുള്ള ഒരാൾക്കും ഒരു ബൂത്തിലെ ബൂത്ത് ഏജന്റ് ആകാം എന്ന ഒരു പ്രഖ്യാപനം, അതായത് ഒരു ഡീവിയേഷൻ BJPയുടെ സൗകര്യാർത്ഥം അവിടെ വെസ്റ്റ് ബംഗാളിൽ കൊണ്ടുവരാൻ ഈ ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമ്മുടെ ജനാധിപത്യം, അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എത്രയോ കാലമായി 200 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 50 വർഷത്തെ ദീർഘമായ ത്യാഗങ്ങൾ സഹിച്ചുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിലേക്ക് വന്നത്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്ന ഒരു പൗരാവകാശങ്ങളും ബഹുസ്വരതയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യത്തിലേക്ക് നമ്മൾ വന്നത്. ആ ജനാധിപത്യം നിലനിർത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് എല്ലാ വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് പക്ഷപാതിത്വം കാണിക്കുമ്പോൾ, അത് ചോദിക്കുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അത് വിശദീകരിക്കുവാനുള്ള ഒരു സാമാന്യ ബാധ്യത കാട്ടേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അവിടെ ചെയ്യേണ്ടത്. നോക്കൂ, ബീഹാറിൽ അന്തിമ വോട്ടർ അതായത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ നിന്ന് 3,66,000 പേരെ ഒഴിവാക്കി.
അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ അവരുടെ പൗരന്മാരാണെന്നും അവരെത്രയോ കാലമായി വോട്ട് ചെയ്യുകയാണെന്നും അവരുടെ വോട്ടർ ID കാർഡ് സംബന്ധിച്ച് അവരുടെ വിശദമായ വിശദാംശങ്ങൾ ഉൾപ്പെടെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ ഈ ഒക്ടോബർ 5-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിക്കുകയുണ്ടായി. എത്രയോ പേരെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം, ഇവരെയൊക്കെയാണ് വോട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരിക്കുന്നത്, ഇവരൊക്കെ പ്രതിപക്ഷ അനുകൂലമായിട്ടുള്ള ഏരിയകളിൽ നിന്ന് വന്നവരാണെന്നുള്ള ഒറ്റ കാരണത്താൽ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിന് ഈ നിമിഷം വരെ ഒരു ഉത്തരവാദിത്വം പറയാനോ അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുവാനോ ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഈ എന്ത് തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നോക്കൂ. ഇനി ഇന്നലെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ തന്നെ ചില ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇലക്ഷൻ കമ്മീഷന്റെ കണ്ണുകൾ അവിടെ ചെന്നില്ല. അല്ലെങ്കിൽ ഈ ഗാനേഷ് കുമാറിന്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം അവിടെ ഉണ്ടാവാതിരുന്നത് കൊണ്ട് കോൺഗ്രസും ഒക്കെ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി. അവിടെ നിഷ്പക്ഷമായി നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജനവിധി പുറത്തു വരുന്നത്? നമുക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ആശങ്ക ഉണർത്തുന്ന സംഭവങ്ങളല്ലേ ഇത്തരത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ? അത് തന്നെയാണ്, വ്യക്തമാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ നോക്കൂ, എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ കോടതിയിൽ പോയി തെളിയിക്കൂ എന്നുള്ളതാണ് BJP നേതാവ് ഇവിടെ വ്യക്തമാക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഏത് മാർഗത്തെയും സാധൂകരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ഓരോ സീറ്റിലും എന്താണ് വേണ്ടതെന്ന് ഇവർ കൃത്യമായി ഇട്ടുകൊടുക്കും. ജയിക്കാൻ വേണ്ടത് ചെയ്യുക. അവിടെ ജാതി പിന്തുണയാണെങ്കിൽ വേണ്ടത് അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മതത്തിന്റെ പിന്തുണയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാഗ്ദാന പെരുമഴയാണെങ്കിൽ അങ്ങനെ, അതിനപ്പുറത്തേക്ക് ഇതൊന്നുമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ഈ ഉരുണ്ട് കളിച്ച് അല്ലെങ്കിൽ ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നത് മാത്രമാവുകയാണോ ഇവരുടെ ലക്ഷ്യം? എങ്ങനെയാണ് ഇനി മുൻപോട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ജനാധിപത്യവും ഒക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അത് ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോകാൻ കഴിയുന്നുള്ള വലിയ തരത്തിലുള്ള ആശങ്കയും ഇവിടെ പ്രകടമാകുന്നുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അല്ലെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, 3 തവണ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം പത്രസമ്മേളനം വിളിച്ചു തന്നെ ഉയർത്തിയിരുന്നു. ആദ്യം ഓഗസ്റ്റ് മാസം 7-ാം തീയതി, പിന്നീട് സെപ്റ്റംബർ മാസം 18-ാം തീയതി, ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ചയിൽ. ഈ 3 തവണ പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോൾ, തെളിവുകൾ സഹിതം വസ്തുതകൾ സഹിതം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി നൽകുവാനായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞിട്ടില്ല, BJPയും കഴിഞ്ഞിട്ടില്ല. ഇവരെ രണ്ടുപേരെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെവ്വേറെ പറയണമെന്നില്ല. ഇവർ രണ്ടുപേരും ഒന്നായിട്ടാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് BJPയാണ്. രാഹുൽ ഗാന്ധി ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ 10 ദിവസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയുമായിട്ട് വരുവാനായിട്ട്. ഇവർക്ക് പറയുവാനായിട്ട് പറ്റുന്നില്ല. ഇവർ പറയുന്നത് എന്താ? നിങ്ങൾ കോടതിയിൽ പോകൂ, നിങ്ങൾ പരാതി നൽകൂ. അത് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. മോഡി ചെന്ന് കോടതിയിൽ പോയി പരാതി കൊടുക്കാനായിട്ട് കഴിയില്ല. എവിടെയാണ് വീഴ്ചകൾ വന്നിരിക്കുന്നത്, എവിടെയാണ് തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ് ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ അത് ഇത്ര ദിവസത്തിനകം കോടതിയിൽ ഫയൽ ചെയ്യണമെന്ന് ഇവിടെ നിയമമുണ്ട്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല നമുക്ക് കോടതിയിൽ പോരാണ്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കുന്നതിന് എന്ത് വേണം? നമുക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ വേണം, വിശദാംശങ്ങൾ വേണം, വോട്ടർ പട്ടിക വേണം. ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അല്ലെ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇവിടെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടിക തരണം, ഞങ്ങൾക്ക് വോട്ടർ പട്ടിക പരിശോധിക്കാൻ തരണം എന്ന് പലതവണ ആവശ്യപ്പെട്ടപ്പോഴും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വോട്ടർ പട്ടികകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കിലോ കണക്കിന് കിൻഡൽ കണക്കിന് വോട്ടർ പട്ടികകളുണ്ട്. അത്രയും നമുക്ക് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടിക നൽകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു പരാതിയും അവർ കേൾക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല, ഒരു അപേക്ഷയും അവർ കേൾക്കുവാൻ തയ്യാറായിട്ടില്ല. അതിന് പകരം എന്ത് ചെയ്തു? 30-40 കിലോ തൂക്കം വരുന്ന അത്രമാത്രം 6-7 അടി ഉയരത്തിലാണ് 300 കിലോയോളം തൂക്കം വരുന്ന 30 കിലോയോളം 300ഓളം കിലോ തൂക്കം വരുന്ന ഡോക്യുമെന്റ്സ് ആണ് പിന്നെ വോട്ടർ പട്ടികയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. അത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ടീം കൃത്യമായി എത്ര ദിവസം എത്ര മാസം എടുത്താണ് പരിശോധിച്ചത്. അപ്പോൾ നമുക്ക് കോടതിയിൽ പോകുന്നതിനൊരു പരിധി അവിടെയുണ്ട്. ഇവിടെ രണ്ടാമതൊരു കാര്യം ഇവിടെ ചോദിക്കുന്നു, നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം കൃത്യമായി പറയാം. ഹരിയാന തെരഞ്ഞെടുപ്പ്
അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ചണ്ഡീഗഡ് കോടതിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ചണ്ഡീഗഡ് കോടതി പറഞ്ഞു അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അവിടുത്തെ വെബ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടണം, അത് പരാതിക്കാരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നൽകണം എന്ന് ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് കോടതി അവിടെ ഉത്തരവിടുകയുണ്ടായി. പക്ഷേ ഇവരെന്താ ചെയ്തറിയോ? ചണ്ഡീഗഡ് കോടതിയുടെ വിധി വന്ന് 2 ആഴ്ചക്കുള്ളിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ജനപ്രാതിനിധ്യ നിയമം അമെന്റ് ചെയ്തു. 1960 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തിട്ട് പറഞ്ഞു ഇലക്ട്രോണിക് എവിഡൻസുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതിലൂടെയുള്ള എവിഡൻസുകൾ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. അത് വ്യക്തിയുടെ സുതാര്യതയെ ബാധിക്കുന്നതാണ്, അല്ലെ വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഡേറ്റകൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട്, അതായത് ചണ്ഡീഗഡ് കോടതിയുടെ വിധി വന്ന് 2 ആഴ്ചക്കുള്ളിൽ എന്ത് ചെയ്തു? അവിടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കോടതിയിൽ പോകണം എന്ന് പറയുന്നതിന്റെ പിന്നെ സാഹിത്യം എന്താണ്? അന്ന് കോടതിയിൽ പോകും. കാരണം ഇവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ ആരോപണം, കാരണം എന്താ ഇത് ആരോപണം ഉന്നയിക്കുന്നത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനങ്ങൾക്കെതിരെയാണ്. നിങ്ങളുടെ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ വോട്ടർ പട്ടിക, അല്ലെങ്കിൽ ഒരാളുടെ ചിത്രം തന്നെ 220 തവണ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം 21 എടുത്ത് ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ വീട്ടഡ്രസ് രേഖപ്പെടുത്തേണ്ടടുത്ത് 000 നമ്പറുകളെ രേഖപ്പെടുത്തുന്നു, അല്ലെ ഒരേ വിലാസത്തിൽ നിന്ന് തന്നെ പിന്നെ ബൾക്കായി പിന്നെ വോട്ടർമാരെ കുത്തി നിറയ്ക്കുന്നു എന്ന് നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യമായ ഡേറ്റ വെച്ച് തന്നെ, ഇലക്ഷൻ കമ്മീഷന്റെ തെളിവുകൾ വെച്ച് തന്നെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ വീഴ്ചകൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വീഴ്ചകൾ പരിശോധിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ പകരം നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിസ്റ്റത്തിന്റെ എറർ ചൂണ്ടിക്കാട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഇന്ന വീഴ്ചകളുണ്ട്, പരാതികളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം, ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ നമ്മൾ കണ്ടു 6000-ഓളം വോട്ടുകളാണ് 18 സെക്കൻഡ് കൊണ്ട് വെട്ടിമാറ്റുവാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ടുള്ള അപേക്ഷ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരുന്നു. കർണാടകയിൽ 6000-ഓളം വോട്ടുകൾ വെട്ടിമാറ്റാൻ വേണ്ടി 18 സെക്കൻഡിനുള്ളിലാണ് 6000-ഓളം അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരേ IP അഡ്രസ്സിൽ നിന്നുമാണ് ഈ 6000 അപേക്ഷകൾ വരുന്നത്, ഒരേ IP അഡ്രസ്സിൽ നിന്നുമാണ്, ഒരേ ഫോൺ നമ്പറിൽ നിന്നാണ്. അപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവർ കേസ് രജിസ്റ്റർ ചെയ്തു, അവിടെ CID അന്വേഷണം നടത്തി. CID 14 തവണ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തു. 7 IP അഡ്രസ്സിൽ നിന്നുമാണ് ഈ 6000-ഓളം അപേക്ഷകൾ ബൾക്കായി അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഏത് ഫോൺ നമ്പറിൽ നിന്നുമാണ് ഇത്രയും അപേക്ഷകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? 14 തവണ ചോദിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടി പോലും കർണാടക CIDക്ക് നൽകുവാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ 2024 ചെയ്ത ഈ തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പോലും അട്ടിമറിക്കപ്പെട്ടു. 27 സീറ്റുകളിൽ ഞങ്ങൾ കൃത്യമായി തന്നെ ചെറിയ മാർജിനിൽ BJP ജയിച്ച 27 സീറ്റുകൾ എന്ന് പറയുന്നത് വോട്ട് അട്ടിമറിയിലൂടെ തന്നെയാണ് BJP ജയിച്ചത്. കാരണം അത്രമാത്രം ഒരു ജനവിരുദ്ധ വികാരമായിരുന്നു BJPക്കെതിരെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2024 ശേഷം സംഘടിതമായി ഹരിയാനയിൽ കണ്ടു. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഹരിയാനയിൽ അട്ടിമറി നടന്ന 10 ജില്ലകളിലെ 47 നിയമസഭാ മണ്ഡലങ്ങളിൽ 37 മണ്ഡലങ്ങളിൽ ജയിച്ചത് BJP ആണ്. ബാക്കിയുള്ള ഈ പറയുന്ന 43 മണ്ഡലങ്ങളില് 35 ജയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ അവിടുത്തെ ഹരിയാനയിലെ വികാരം വളരെ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം കൗണ്ടിങ്ങിന്റെ അവിടെയാണ് ഈ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റുകൾ എന്നിപ്പോൾ 90 സീറ്റിൽ 73 സീറ്റിൽ ലീഡ് ചെയ്തത് കോൺഗ്രസ് ആണ്. കാരണം അവിടെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റത്തില്ല ഈ പറയുന്ന പോസ്റ്റൽ ബാലറ്റുകളിൽ. അത് കൃത്യമായ സൂചനയാണ്. പക്ഷെ എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം മാറി. കാരണം ഞാൻ പറഞ്ഞ 10 ജില്ലകളിലെ 47 സീറ്റുകളിൽ 37 സീറ്റുകൾ, അതായത് ടൈറ്റ് മത്സരം നടന്ന 47 സീറ്റുകളിൽ 37 BJP ജയിക്കുന്നു. അത് എന്ന് പറയുന്നത് ഇത് മഹാരാഷ്ട്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹരിയാന ആയിക്കോട്ടെ, ഇപ്പോൾ ബീഹാർ ആയിക്കോട്ടെ, നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലും BJP നിലപാട് പോലും വേണ്ട. കഴിഞ്ഞ ലോക്സഭ ആദ്യമായി 2 ലോക്സഭാ സീറ്റുകളിൽ BJP എതിരില്ലാതെ ജയിച്ചു. എന്ന് വെച്ചാൽ അവിടെ നോട്ട ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവര് പിൻവലിച്ചു. ഇൻഡോർ ഉൾപ്പെടെ മധ്യപ്രദേശിലെ ഇൻഡോർ, അതുപോലെ പിന്നെ ഗുജറാത്തിലെ ഒരു ലോക്സഭാ മണ്ഡലം,
അവിടെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ച്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, കേൾക്കുന്നതിന് ചില പരിധി ഒരു പ്രശ്നമുണ്ട്. അതിനെ തുടർന്നാണ് ഞാൻ അങ്ങയിൽ നിന്ന് പോകുന്നത്. അടുത്ത ഘട്ടത്തിൽ അത് പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ നോക്കൂ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ പരാതി കൊടുക്കൂ, തെളിവുകൾ ഹാജരാക്കൂ എന്നൊക്കെ. പക്ഷെ എന്ത് കാര്യമാണ് ഇവിടെയുള്ളത്? പരാതി കൊടുത്തിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ലല്ലോ. ഈ പല സംസ്ഥാനങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ശ്രീ പ്രൊഫസർ റോണി കെ ബേബി തന്നെ ചൂണ്ടിക്കാട്ടി. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു നീക്കുപോക്ക്, ഒരു നടപടി ഉണ്ടാകുന്നില്ല. അവിടെയല്ലേ പ്രശ്നം? ബഹുമാനപ്പെട്ട മേഘ, 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും ആദ്യത്തെ ജവഹർലാൽ നെഹ്റു സർക്കാരിന്റെ കാലഘട്ടം മുതൽ കേരളത്തിലെ EMSന്റെ സർക്കാരിന്റെ കാലഘട്ടം മുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അതാത് ഗവൺമെന്റുകളുടെ കാലഘട്ടം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഉള്ളത് ഒരേ നടപടിക്രമങ്ങളും ഒരേ സാഹചര്യങ്ങളും തന്നെയാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു, ചില സാങ്കേതികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായി. ആ സമയത്ത് വ്യത്യാസങ്ങൾ വന്നു. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നു. കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ വന്നു. ആധാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ടായ സമയത്ത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നോക്കൂ. അതല്ല പ്രശ്നം. ഈ വിധി വന്ന് കൃത്യം 2 ആഴ്ചക്കുള്ളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇലക്ട്രോണിക് ഡിവൈസിലെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് കടക്കാൻ കഴിയുക? ഈ വിധി വന്ന് കൃത്യം 2 ആഴ്ച എന്നല്ലേ പറഞ്ഞത്? അവിടെയല്ലേ സംശയം ഉയരുന്നത്? കോൺഗ്രസിന്റെ ചില ആളുകളുടെ മണ്ടത്തരത്തിനോട് ഉത്തരം പറയുക എന്നുള്ളത് എന്റെ ബാധ്യതയല്ല മേഘ. അതുകൊണ്ടാണ് ഞാൻ ആധാർ കേസ് ഒരു കാരണവും പറയാതെ ആധാർ കേസ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആധാർ കേസിന്റെ വിധി ഒന്ന് വായിക്കട്ടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ചർച്ചയിൽ പങ്കെടുക്കുന്നവരും. എന്താണ് ആധാർ കേസിലെ വിധി എന്നുള്ളത്, ജസ്റ്റിസ് പുട്ടസ്വാമി കേസിലെ വിധി എന്താണ് എന്നുള്ളതൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് അതിന്റെ സ്വകാര്യതയെ സംബന്ധിച്ചും ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് വരിക. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പ്രൊഫസർ റോണി കെ ബേബി അദ്ദേഹം രാഷ്ട്രീയപരമായി കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായിട്ടുള്ള ബൗദ്ധിക വക്താവാണ്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ജനവികാരത്തിനനുസരിച്ചാണോ വോട്ട്? അതനുസരിച്ചാണോ സീറ്റ്? എനിക്കറിയില്ല. ജനങ്ങളൊരു സർക്കാരിന് അനുകൂലമാകും പ്രതികൂലമാകും വോട്ട് ചെയ്യും. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ സംസ്ഥാനത്ത് ആ സമയത്ത് നടക്കുന്ന രാജ്യത്ത് നടക്കുന്ന വികസനത്തിന്റെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ്. അല്ല, പിന്നെ പൈസക്കാണോ വോട്ട്? നിങ്ങൾ ബീഹാറിൽ കാണിച്ചതുപോലെ 1 കോടി സ്ത്രീകൾക്കല്ലേ 10,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തത്? പൈസക്കാണോ വോട്ട്? ഇത്തരത്തിലുള്ള ബാലിശമായ ചോദ്യങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ എല്ലാം ബാലിശമാണ്, മണ്ടത്തരങ്ങൾ പറയുന്നു. കൃത്യമായി മറുപടി പറയൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അല്ല ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സ്ത്രീകൾക്ക് ഒരു അവകാശം കൊടുക്കേണ്ടതാണ് അങ്ങയുടെ അഭിപ്രായം? സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാൻ വരുന്നല്ലോ. അല്ലല്ല, അല്ല, എത്ര കാലമായി നിങ്ങൾ ഭരിക്കുന്നു? രണ്ട് തട്ടിപ്പും കൂടി പറയരുത്. സ്ത്രീകൾക്ക് അവസരങ്ങൾ വേണ്ട, സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്ക് അവസരം വേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പി കൃഷ്ണദാസ്, അവിടെ നോക്കൂ, എത്ര കാലമായി നിതീഷ് കുമാർ ഭരിക്കുകയാണ്. നിതീഷ് കുമാർ എത്ര കാലമായി അവിടെ ഭരിക്കുകയാണ്. ബീഹാറിൽ എത്രയുണ്ട് പൊതുകടം എന്നുള്ളത്? ബീഹാറിന്റെ പൊതുകടം എത്രയാണ്? ഈ കേന്ദ്രവും സംസ്ഥാനവും കൂടെ കൂട്ടിച്ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിനെ തൊട്ട് ഇതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ ആളുകളെ പറ്റിക്കാമെന്ന് നിങ്ങൾക്ക് പറ്റിയത് ആളുകൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങേ പോലുള്ളൊരു മാധ്യമ പ്രവർത്തക ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്ത്രീ സമൂഹത്തെ കുറിച്ച് പറയരുത്. സ്ത്രീ സമൂഹത്തെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞത്? ശ്രീ പി കൃഷ്ണദാസ്, ഞാൻ സ്ത്രീ സമൂഹം നിങ്ങൾ ചെയ്ത കാര്യത്തെയാണ് ഞാൻ പറഞ്ഞത്, അല്ല സ്ത്രീ സമൂഹത്തെ ഞാൻ എന്താണ് പറഞ്ഞത്? അവഹേളിച്ചത് എന്താണ്? എന്താ ഞങ്ങൾ ചെയ്ത കാര്യം? എന്താ ഗവൺമെന്റ് ചെയ്ത കാര്യം? നിങ്ങൾ ചെയ്തത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 1 കോടി സ്ത്രീകൾക്കുള്ള അവകാശങ്ങളോ സ്ത്രീകൾക്കുള്ള സഹായങ്ങളോ അല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്ത കാര്യത്തെ പറ്റിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒറ്റ ലക്ഷ്യം മൂലം 1 കോടി സ്ത്രീകളായ വോട്ടർമാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ടു കൊടുത്തു. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അല്ലാതെ സ്ത്രീകൾക്ക് കൊടുത്തതോ സഹായവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല.
ഇത്രയും കാലം നിങ്ങളായിരുന്നില്ലേ അവിടെ ഭരിച്ചത്? അല്ല, ഇത്രയും കാലം നിതീഷ് കുമാർ ആയിരുന്നില്ലേ ഭരിച്ചത്? എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്കുള്ള സഹായങ്ങൾ നേരത്തെ കൊടുത്തുകൂടായിരുന്നു? എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പൊ മേഘ പറയുന്നത് ഒരു ഘട്ടത്തിലും അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്, അല്ലേ? ഞാൻ പറഞ്ഞതിൽ അങ്ങനെ ഒരു ധ്വനിയുണ്ടോ? ശ്രീ പി കൃഷ്ണദാസ്? അതായത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തന്നെയായിരുന്നു ഇത്രയും കാലം ഭരിച്ചുകൂടെ? നിതീഷ് കുമാർ എത്ര കാലം അവിടെ ഭരിച്ചു? അതിന്റെ ധ്വനി അങ്ങനെ തന്നെയാണ്. സർക്കാർ ഒരു ആനുകൂല്യം നിശ്ചയിക്കുന്നതിന്, സർക്കാർ ഒരു നടപടിക്രമം നിശ്ചയിക്കുന്നതിന് ഇന്ന കാലഘട്ടം എന്നില്ല, അതിന് പല കാലഘട്ടങ്ങളും ഉണ്ടാകും. അതെ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതാണ് നിങ്ങളുടെ കാലഘട്ടം. ഞങ്ങളുടെ കാലഘട്ടം എപ്പോഴും ഉണ്ടെന്നേ. ഇനി ഞാൻ അതുകൊണ്ട് അങ്ങ് എന്തിനാണ് തെറ്റിദ്ധരിച്ചു പോകുന്നത്? ഞാൻ തെറ്റിദ്ധരിക്കുന്നതല്ലോ പ്രശ്നം. ഞാൻ ബഹുമാനപ്പെട്ട റോണിയുടെ ചോദ്യത്തിനുള്ള, അങ്ങയോടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ടാണ് പോകാൻ പോകുന്നത്. ഇപ്പൊ റോണി പറയുന്നത് ജനവികാരം എതിരായിരുന്നെങ്കിൽ 2021 ശ്രീ റോണി കേരളത്തിൽ UDF അധികാരത്തിൽ വരണ്ടേ? അയ്യോ, കേരളത്തിലെ കാര്യം വിടൂ. അങ്ങ് ബീഹാറിലെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ കേരളമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്ത് പറയുന്നത്? ആളുകൾക്ക് മനസ്സിലാവും ബീഹാർ എന്ന സംസ്ഥാനവും ബീഹാറിലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ. ബീഹാറിനെ കുറിച്ച് സംസാരിക്കൂ. ശരി, എന്നാ ബീഹാറിനെ കുറിച്ച് സംസാരിക്കാം. ബീഹാറിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സീറ്റ് എത്രയാ? കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? കോൺഗ്രസിന്റെ അതിനുശേഷമുള്ള ജനങ്ങളോടുള്ള നയം എന്താ? ബീഹാറിൽ കോൺഗ്രസ് നടത്തിയ പരിപാടി എന്താ? കോൺഗ്രസിന്റെ ഏത് ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭമാണ് അവിടെ നടന്നിട്ടുള്ളത്? എന്ത് നടപടി? രാഹുൽ ഗാന്ധി, ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ ശ്രീ പി കൃഷ്ണദാസ്, ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. നിങ്ങൾ ജനാധിപത്യപരമായ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയതെങ്കിൽ, നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസം ആയിരുന്നുവെങ്കിൽ എന്തിനാ ഈ പൈസ കൊടുത്തത്? പൈസ കൊടുത്ത് വോട്ട് മേടിച്ചെന്തിനാ? നിങ്ങൾക്ക് നാണമാവില്ല എന്നാ ഞാൻ ചോദിക്കുന്നത്. അതേ ചോദ്യം അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്നുള്ളതാണ് എന്റെയും ചോദ്യം, തിരിച്ചുള്ള ചോദ്യം. എനിക്ക് എന്താണ് പ്രശ്നം ഇതിൽ? മോശമാണ് നിങ്ങൾ കോൺഗ്രസിന്റെ ചാനലിൽ ഇരുന്നുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അവർക്ക് കിട്ടേണ്ട നിങ്ങളെ പറ്റിയും നിങ്ങളുടെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്? ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട്, ഈ ആളുകൾ കാണുന്നുണ്ട്. ആരാണ് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത്? ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ചെയ്തികളെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സ്ത്രീകൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അവർ മേടിച്ച് അതിനപ്പുറത്തേക്കല്ലല്ലോ കാര്യം. അതായത് ഈ പൈസ നിങ്ങൾ എന്തിനാണ് 1 കോടി വോട്ടർമാരായ സ്ത്രീകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ട് കൊടുത്തത് എന്നുള്ള ചോദ്യം ഞാൻ ആവർത്തിക്കുകയല്ലേ? അങ്ങയുടെ ഡെസ്കിൽ ഈ ചോദ്യവും എന്റെ ഉത്തരവും കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വിലയിരുത്തട്ടെ. അങ്ങ് ചോദിച്ച ചോദ്യം എന്താണ്? ഈ ഡെസ്കിൽ മാത്രമല്ല, ഈ കാണുന്ന ആളുകൾ മൊത്തം വിലയിരുത്തുന്നുണ്ട്. അത് കാണുന്നവരൊന്ന് വിലയിരുത്തട്ടെ. ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ സർക്കാർ പദ്ധതികളിലൂടെ ജനങ്ങളുടെ കയ്യിലേക്ക് ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പണം എത്തിക്കാനാണല്ലോ സർക്കാർ. അല്ലാതെ എന്തിനാണ് സർക്കാർ? എന്തിനാണ് കർണാടകത്തിൽ നിങ്ങൾക്ക് സർക്കാർ? എന്തിനാണ് നിങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് സർക്കാർ? ബീഹാറിനെ കുറിച്ച് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പണം നിങ്ങളുടെ നേതാക്കന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോയതിന്റെ പതനമാണ് 2014 നിങ്ങൾ അനുഭവിച്ചത്. അതിന്റെ പതനമാണ് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ അനുഭവിക്കുന്നത്. ഇനി 2005 മുതൽ 20 കൊല്ലമായി. അല്ല, ഞാൻ 1/2 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. 2005 മുതൽ NDA ഭരണമാണല്ലോ. എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു? എത്ര തവണ കോൺഗ്രസ് ജയിച്ചു? സോറി എത്ര തവണ കോൺഗ്രസ് ജയിച്ചു? എത്ര വോട്ടിംഗ് പെർസെന്റേജ് കൂടി? നിങ്ങളൊന്ന് വിലയിരുത്തണ്ടേ? നിങ്ങളുടെ ചാനൽ ചർച്ചയിലെ പെട്ടിയിലിരുന്നു കൊണ്ട് നിങ്ങൾ കള്ളക്കണക്കുകൾ വെറുതെ ജനങ്ങളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേതാവ് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ എഴുതി കൊടുക്കുന്ന സാധനം ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് ഇതൊക്കെ വോട്ടാകുമെന്നാണ് വിചാരിച്ചത്? ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചു. JDUവിന് സീറ്റുകൾ ലഭിച്ചു. പാർട്ടികൾക്കും ലഭിച്ചു. അതായത് തെറ്റായ കണക്കുകൾ പ്രചരിപ്പിക്കുന്നു, നേതാക്കൾ എഴുതി നൽകുന്ന കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വ്യക്തമായ കാര്യം എന്താണ്? ഈ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഫലം വരുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി അമിത്ഷായെ പോലുള്ള ആളുകളൊക്കെ വലിയ ആത്മവിശ്വാസത്തോടെ, അല്ലെങ്കിൽ BJP നേതാക്കൾ അടക്കം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. SIRന്റെ
അത് ആ ഫലം ആളുകൾ ജനം തിരിച്ചറിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ വായിൽ നിന്ന് തന്നെ, ഈ നേതാക്കളുടെ വായിൽ നിന്ന് തന്നെയാണ് വന്നത്. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി സമീപിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു മറുപടിയില്ല. വോട്ടുകൊള്ള ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP മൗനം പാലിക്കുകയാണ്. ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ ഇവർ പറയുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ബീഹാറിൽ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പൈസ കൊടുത്ത് വോട്ട് മേടിക്കേണ്ടി വന്ന അവസ്ഥ വരില്ലായിരുന്നല്ലോ. നോക്കൂ, അതെ, അതായത് 11 വർഷത്തെ ഈ NDA സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി ഈ സർക്കാർ മെഷീനറികളെയും സർക്കാർ സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും അവരുടെ ഭാഗത്തേക്കാക്കിക്കൊണ്ട് ജനാധിപത്യത്തെ അങ്ങേയറ്റം ഒരു ഫാസിസ്റ്റ് ശൈലിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടക്കുന്നതൊക്കെ തന്നെ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കുക, അവിടുത്തെ 1.5 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വീതം ഒഴുക്കി കൊടുക്കുക. ഈ 20 വർഷത്തെ മേഘ ചോദിച്ചതുപോലെ 20 വർഷത്തിനിടയ്ക്ക് എത്രയോ അവസരങ്ങളിൽ ഈ തുക വേണമെങ്കിൽ അവർക്ക് നൽകാമായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ ഇത് പ്രഖ്യാപിക്കുകയും ഇലക്ഷൻ വോട്ടിംഗ് നടക്കുന്നതിൻ്റെ ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഈ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ആ സർക്കാർ ആനുകൂല്യം പറ്റുന്ന സ്ത്രീകളെ കൊണ്ട് ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക, അതിനെ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കാതിരിക്കുക, ഇങ്ങനെ ഈ സർക്കാർ മെഷീനറികളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നിട്ട് അങ്ങേയറ്റം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കാതെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണ് ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ജനവിധിയാണെങ്കിൽ സത്യസന്ധമായും നീതിപൂർവമായും ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടുമാണ് നടത്തേണ്ടത്. ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എത്ര കാലം ഭരിച്ചു? കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒരിക്കൽ പോലും ഇത്തരത്തിൽ ജനവിധിയെ അട്ടിമറിക്കുവാനോ ഭരണകൂടങ്ങളെ ഭരണത്തിന്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ജനവിധിയെ അട്ടിമറിക്കുവാനോ ശ്രമം നടത്തിയിട്ടില്ല. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഏറെ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘ, ഓക്കെ, വ്യക്തമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കി BJPയും NDAയും നടത്തുന്ന ഇത്തരത്തിലുള്ള കൃത്രിമ വിജയങ്ങളുടെ ആവർത്തനം അത് ബീഹാറിലും തുടരുകയാണ്. ഇങ്ങനെ പോയാൽ ജനാധിപത്യം വലിയ തരത്തിലുള്ള അപകടത്തിലേക്കാവും കാര്യങ്ങൾ പോവുക. മോദി ഗ്യാനേഷ് ഗിമ്മിക്കാണ് ബീഹാറിൽ കണ്ടതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ ഇനി എങ്ങനെയാകും വരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് വലിയ തരത്തിലുള്ള ആശങ്കയും ഉളവാക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. ഡിബേറ്റ് 360 പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.